നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് തുപ്രങ്കോടുള്ള ഷാഫി മുബഷിറ ദമ്പതികളുടെ വീടാണ്. ഇരുനിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾക്ക്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ വീട് വന്നിട്ട് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഒരാള് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്ന രീതിക്ക് തന്നെ എക്സ്റ്റീരിയർ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ വൈറ്റ് കളറിൽ വന്നിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ വുഡൻ ടച്ചും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിത് നമ്മുടെ ബാൽക്കണിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആയിട്ടും 2 വശത്തായിട്ടും GI റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണീന്റെ മുകളിലും നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ആ ഡിസൈനിങ്ങിനിടക്കൊക്കെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. കൂടാതെ മറ്റു ഭാഗത്തും ഈ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ 3-4 X ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും കിടിലൻ തന്നെയാണ് കേട്ടാ. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഇടതുവശത്തായിട്ട് തന്നെ ഇവിടെ കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് കേട്ടോ. പില്ലറിലായിട്ട് വുഡൻ വൈറ്റ് തീമിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കായിട്ട് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ 3 പില്ലേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ആ പില്ലേഴ്സിലായിട്ടും ആ സെയിം വൈറ്റ് ആൻഡ് വുഡ് തീമിൽ വരുന്ന ടെക്സ്ചർ പെയിന്റിനാണ് വരുന്നത്. ഇനി പില്ലേഴ്സിനോട് ചേർന്ന് 2 വശത്തായിട്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന് ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കൂടാതെ ഇരിക്കാനായിട്ട് ഇവിടെ ഒരു 3 സീറ്റർ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് ബാക്ക് വോളിലായിട്ട് ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് തന്നെ മാഷാ അല്ലാഹ് എന്ന് എഴുതിയ ഒരു ലൈറ്റ് കൂടി കാണാം. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്കിനി മെയിൻ ഡോർ നോക്കണ്ടേ. ഡോറ് വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. സ്റ്റീലിന്റെ ഒരു ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കയറി വരും. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കാം. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ നമ്മൾ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബണേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ കയറി വരുമ്പോൾ ഡോറിനോട് ചേർന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. 2 വശത്തായിട്ട് വുഡൻ ലുവേഴ്സ് ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സിമ്പിൾ ആണ്. താഴെ ഡ്രോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ L ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നടുക്കായിട്ട് തന്നെ ഒരു D ടേബിൾ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ ആണ്. ഇനി ഇതാണ് കേട്ടോ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ. അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോയിലായിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ, കർട്ടൻസ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഇന്റീരിയർ ഡെക്കോഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിലേക്ക് കാണാവുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ നോക്കുകയാണെങ്കിലും ജിപ്സത്തിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈനിങ്. ശേഷം ഇനിയിപ്പതേ നമ്മൾ നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയറിന്റെ അറേഞ്ച്മെന്റ്സ് വരുന്നത്. അതിന് 2 വശത്തായിട്ടാണ് ഇവിടുത്തെ താഴത്തെ 2 ബെഡ്റൂംസും വരുന്നത്. ഇനിയിപ്പതേ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു ഡൈനിങ് ഏരിയ ആണ്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിളിന്റെ ലെഗ് വന്നിട്ട് ഒരു വെറൈറ്റി ഡിസൈനിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെയർ നോക്കുകയാണെങ്കിൽ നോർമൽ ഡിസൈനിൽ വരുന്ന 6 ചെയേഴ്സ് തന്നെയാണ്. ഇനി ഇവിടെ ഈ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും വിൻഡോയിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഷോവാളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോയിഷ് ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനും ഒരു വശത്തായിട്ട് നല്ല ഭംഗിയിൽ ഒരു 3D പെയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതുപോലൊരു ഓപ്പൺ ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സീലിംഗിലായിട്ടും ഒത്തിരി ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ
അപ്പൊ നമുക്കിനി ഇത് ഇവിടുത്തെ ബെഡ്റൂം നോക്കല്ലേ. ഈ ഭാഗത്താണ് കേട്ടോ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ്. ഇവിടെ ദാ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. ബാക്ക് വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 ഡോർ വിൻഡോയും കാണാം. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസും ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. ബാത്റൂം വന്നിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ കോമ്പിനേഷനിൽ ഇതാ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ശേഷം ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ദാ ഈ കാണുന്ന വോളിലായിട്ടും നല്ല ഭംഗിയിൽ ഒരു പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ഫോൾഡബിൾ ടേബിൾ കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അയൺ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിക്ക്. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് വന്നിട്ടും സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് കേട്ടോ. ഇനി അതിന് ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 ഡോർ വിൻഡോയും കാണാം. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. നേരത്തെ കണ്ടില്ലേ ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ് ഡിസൈനിങ് ഒക്കെ വരുന്നത്. കൂടാതെ അവിടെ അരികിലായിട്ട് തന്നെ ബാത്റൂമും കാണാം. ബാത്റൂമിലേക്ക് വന്നാൽ ഇതുപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഡൈനിങ്ങിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ കിച്ചണും വാഷേരിയും ഒക്കെ വരുന്നത്. വാഷേരിയന്റെ ചുറ്റുഭാഗത്തെ വോളിലായിട്ടും വുഡൻ ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് LED ലൈറ്റ് മിറർ കാണാം. താഴെ വൈറ്റ് കളർ വാഷ് ബേസിൻ ആണ് കേട്ടോ. ബേസിലായിട്ട് ഗ്രാനൈറ്റും താഴെ ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ടല്ലേ നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഈ വുഡിന്റെ ഡോറിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. കിച്ചണിലേക്ക് വരികയാണെങ്കിലും സിമ്പിൾ ആയിട്ട് എന്ന സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് മനോഹരമായി നിർമ്മിച്ച ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയറൊക്കെ ഉള്ളിലേക്ക് വെക്കാവുന്ന രീതിക്ക് ഒരു കുഞ്ഞു ടേബിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ട് തന്നെയാണ് സ്റ്റോർ റൂം വരുന്നത്. അവിടുന്ന് ഈ ഒരു കോർണറിലേക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് L ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് താഴെ ആയിട്ട് ഇതുപോലെ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ റാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സിങ്ക് വരുന്നുണ്ട്. അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ആ ഒരു ഗ്രേ കളർ തീമിൽ തന്നെ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇതുപോലെ മിനി സ്റ്റോറേജ് ഷെൽഫ്സ് കാണാം കേട്ടോ. കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ അപ്പർ ക്യാബിൻസും കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം കളർ തീമിലാണ് കേട്ടാ. ഇവിടെ കിച്ചണിലെ വോളില് മൊത്തത്തിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ടൈലാണ് കേട്ടാ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്കായിട്ട് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം സൗകര്യത്തിൽ ചെയ്ത വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ. ഫ്ലോറിലായിട്ട് ടൈല് മാറ്റം വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അതുപോലെ ഗ്യാസ് സ്റ്റൗവും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അടുപ്പിന്റെ സെറ്റിംഗ്സ് ഒക്കെ കാണാവേ. ഇവിടെ മുകളിലായിട്ട് പാത്ര സ്റ്റാൻഡും അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെ വോളിലായിട്ട് ഇതുപോലെ ഒരു ഷോക്കേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള ഒരു ഡോർ വന്നിട്ട് അതിന് മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. അതിനായിട്ട് ആദ്യം തന്നെ സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റീലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു വുഡൻ സ്റ്റീൽ തീമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ടും ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഹോളെന്നൊന്നും പറയാനില്ല കേട്ടോ. ജസ്റ്റ് ഒരു പാസേജ് ആണ് വരുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂം വന്നിട്ട് ഇതിന്റെ കാര്യമായിട്ട് ഫർണിച്ചേഴ്സ് ഒന്നും വരുന്നില്ല, സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ടൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. ശേഷം നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് 4ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. കൂടാതെ നേരെ കാണുന്നില്ലേ ആ ഒരു ഭാഗത്തായിട്ട് ഈ ഹോളിലെ കോമൺ ബാത്റൂം കാണാം. അതിന് മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂമാണ്. ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ 4ാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു സിംഗിൾ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന ബെഡാണ്. ഇവിടെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. അതിലായിട്ടും കർട്ടൻസ് വരുന്നില്ല. ഇനി ഈ ഭാഗത്ത് വാർഡ്രോബിന്റെ സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് തന്നെ ഒരു അലമാര കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ വെന്റിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ GI റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 പില്ലേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 2ലും നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിൽ വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മുടെ ഈ സീലിംഗിൽ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തില്ലേ അവിടെ ഞാൻ താഴെന്ന് കാണിച്ചെന്നില്ലേ ആ ഒരു ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. പ്ലാൻ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ സൈസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ.